മെഷീൻ എല്ലാം ഓട്ടോമാറ്റിക്കാണ്. പിക്ക് ചെയ്യുന്നു. ഈ നെല്ലിൻ്റെ ഉമി കൊണ്ടുള്ള പ്ലേറ്റ് നിങ്ങൾ കണ്ടുണ്ടോ സാറേ? ഇത് എങ്ങനെ ഇത് ചെയ്യുന്നത് കറക്റ്റ് പറഞ്ഞാൽ? ഇത് നിങ്ങൾ കാണാം, ഇത് നെല്ലിൻ്റെ ഉമിയാണ്, പാലക്കാടൻ മട്ട. ഇതിൽ നമ്മൾ നിശ്ചിത അളവിലുള്ള വെള്ളം ചേർക്കും. അതുകൂടാതെ തന്നെ ഇതിനകത്ത് സ്റ്റാർച്ചാണ് നമ്മൾ മിക്സ് ചെയ്ത് ഇതിൻ്റെ ബൈൻഡിങ് മെറ്റീരിയലായിട്ട് നമ്മൾ സ്റ്റാർച്ചാണ്. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എക്സാക്റ്റായിട്ട് നമുക്ക് അറിയണം എത്ര ഇടണം എന്നുള്ളത്, എന്നാൽ മാത്രമേ പ്ലേറ്റ് ആവുള്ളൂ, അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവും. ഇതിപ്പോൾ 6 ഇഞ്ച് പ്ലേറ്റ് ആയതിന് ശേഷം നമ്മൾ എടുക്കണം. ഏകദേശം 200 ഡിഗ്രി ഉണ്ട്, നമ്മളെടുത്തു. ഇതൊരു മാനുവലായിട്ട് നമ്മൾ ഇടുകയാണ്. ഇനി ഇത് നേരെ താഴ്ന്ന് പ്ലേറ്റ് ആവുകയാണ് ചെയ്യുന്നത്. നെല്ലിൻ്റെ ഉമിയാണ്. ഇത് 6 ഇഞ്ചാണ്. ഇതിൻ്റെ സൈസ് 8 ഇഞ്ചാണ്. അപ്പം നമ്മൾ പഴയ മാതിരി തന്നെ അത് എടുത്തതിന് ശേഷം ഇത് നമ്മൾ മാനുവലായിട്ടാണ് ഈ 2 മെഷീനും ഓപ്പറേറ്റ് ചെയ്യുന്നത്. പക്ഷേ മാനുവലായിട്ട് ഇടുന്നു എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പ്രോസസ്സ് ഫുൾ ഓട്ടോമാറ്റിക്കാണ്. അതുമാതിരി അത് വന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ലോഡ് ചെയ്യും. നമ്മൾ അളന്നിടുന്ന മാത്രം എത്ര ഗ്രാം എന്നുള്ളത് നമ്മൾ കയ്യിലിടുന്നു, അത്രേ ഉള്ളൂ. ഇതിനകത്തോട്ട് അളന്നിടും അല്ലേ? ഇതിനകത്തേക്ക് നമ്മൾ വെയിറ്റ് നോക്കിയിട്ട് 136 ഗ്രാമാണ് 10 ഇഞ്ചിന് ഇടുന്നത്. അത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് കാണാം. ഇതിനകത്ത് 4 ഡൈ ആണുള്ളത്. അപ്പോൾ 12 ഇഞ്ചിൻ്റെ 4 പ്ലേറ്റാണ് വരുന്നത്. ഇതൊരു ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനാണ്. ഇതിനകത്ത് നമുക്ക് ഒരാളുടെ ആവശ്യമില്ല. ഇത് കംപ്ലീറ്റ് മെഷീൻ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് കാണാം, ഇത് തന്നെത്താനെ പിക്ക് ചെയ്യുന്നു. ഇത് ഏകദേശം 200 ഡിഗ്രി ചൂടാണത്. അപ്പോൾ അതുകൊണ്ട് കയ്യിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ സംഗതി പൊള്ളിപ്പോവും. ഇനി നിങ്ങൾക്ക് കാണാൻ പോകുന്ന ഓട്ടോമാറ്റിക്കായിട്ട് ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ നെല്ല് ഉമി അതിലേക്ക് ഇടുന്നു. 4ലും ഈക്വലായിട്ട് വരുന്നു. അത് കഴിഞ്ഞ് നേരെ ഇത് താഴേക്ക് പ്രസ് ചെയ്യുന്നു. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 24 മണിക്കൂറും പ്രവർത്തിക്കാൻ പറ്റുന്ന മെഷീനാണ്. അപ്പം നമ്മളൊരു ഏകദേശം 3.5 മിനിറ്റിൽ നമുക്ക് 4 പ്ലേറ്റ് കിട്ടും. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഫില്ല് ചെയ്യുന്നതും കാണാം ഓട്ടോമാറ്റിക്കായിട്ട്. ഇത് കറക്റ്റായിട്ട് തന്നെത്താനെ അളന്ന് എത്ര ഗ്രാം വേണമെന്ന് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ ഗ്രാം അനുസരിച്ച് വീണ് ഈ ബോളിലേക്കാണ് വീഴുന്നത്. ബോളിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അത് ഫില്ല് ചെയ്ത് അതിലേക്ക് പോകും. നമ്മളിത് മെഷീൻ കൈകൊണ്ട് തൊടേണ്ട കാര്യമില്ല. ഇത് ഫുള്ളി ഓട്ടോമാറ്റിക്കാണ്. നമ്മൾ ഒരു എംപ്ലോയിയുടെ ആവശ്യമില്ലാത്തവരാണ്. നമ്മൾ ഇടുക എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം മെഷീൻ തന്നെയാണ് ചെയ്യുന്നത്. അതാണ് ഈ ഒരു 12 ഇഞ്ച് പ്ലേറ്റിൻ്റെ. ഇത് 12 ഇഞ്ച് മാത്രം ഉണ്ടാക്കുന്ന ഒരു മെഷീനാണ്. ഇതൊരു ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനാണ്. ഇതിനകത്ത് നമുക്ക് കാണാം, നമ്മൾ ഇത് ലോഡ് ചെയ്യുന്ന ഇവിടെയാണ്. നമ്മൾ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് മുകളിലേക്ക് പോകും. പിന്നെ അവിടെ നിന്നാണ് ഇത് താഴേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ട് നമ്മൾ പ്ലേറ്റ് ഉണ്ടാക്കുന്ന ഒരു മെഷീനാണ്. ഇത് നമുക്ക് അടി തൊടാൻ പറ്റത്തില്ല. ഏകദേശം 200 ഡിഗ്രി ചൂടിലാണിത് വരുന്നത്. അപ്പോൾ ഇത്രയും ഫിനിഷിങ് കിട്ടുന്നുണ്ട്. നമ്മുടെ പാലക്കാടൻ മട്ട ആയതുകൊണ്ട് മാത്രമാണ് നല്ലൊരു റെഡ് കളർ വരുന്നത്. ഇപ്പം നമ്മുടെ വേസ്റ്റ് മുഴുവൻ തിന്നുന്ന ഉമ്മാരാണ് ഇവിടെ വരുന്ന വേസ്റ്റ്. 12 ഇഞ്ച് പ്ലേറ്റുകളാണ് ഏറ്റവും വലിയ പ്ലേറ്റുകളാണ്. ഇത് കൂടുതൽ ഉപയോഗിക്കുന്ന അമേരിക്ക, മിഡിൽ ഈസ്റ്റ്, ഏഷ്യൻ രാജ്യങ്ങളിലേക്കാണ് ഇത് കൂടുതലും എക്സ്പോർട്ട് പോകുന്നത്. ഇപ്പുറത്തെ സൈഡിൽ കാണുന്ന മുഴുവൻ 10 ഇഞ്ചാണ്. ഇത് കൂടുതലും യൂറോപ്പിലേക്കാണ് 10 ഇഞ്ച് പോകുന്നത്. അപ്പോൾ ഇത് മുഴുവൻ നമ്മൾ പാക്ക് ചെയ്ത് വെച്ചേക്കാണ് പോകാനായിട്ട്. ഈ കാണുന്നതൊക്കെ ഓർഡറാണ്? ഈ കാണുന്ന എല്ലാം നമ്മുടെ ഓർഡറാണ്. പോകാനുള്ള എല്ലാം റെഡിയാക്കി വെച്ചേക്കാണ്. എല്ലാം വേർതിരിച്ച് വെച്ചേക്കാണ്. ഇനി ഇത് പോകണം. അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റ് ചെയ്യാണ്, ഷിപ്പിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. അത് വന്ന ഉടൻ തന്നെ ഇത് കയറിപ്പോവും. അതാണ് ഇതിൻ്റെ കാര്യം. നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ കാണുന്ന നമ്പർ സാറിനെ കോൺടാക്ട് ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം സാറ് പറഞ്ഞു കൊടുക്കത്തില്ലേ? തീർച്ചയായും. ഈ പ്ലാസ്റ്റിക്കിനൊക്കെ എന്താ പ്രശ്നങ്ങൾ? നമസ്കാരം. നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് 1-2 സാധനങ്ങൾ ഞാൻ പറയാം. അതിലൊന്നാണ് നമ്മൾ എന്നും കുടിക്കുന്ന ഈ വാട്ടർ ബോട്ടിൽ. എത്ര പേർക്കറിയാം ഈ വാട്ടർ ബോട്ടിൽ 2,40,000 പ്ലാസ്റ്റിക് കണികളുണ്ടെന്ന്? മിക്കവർക്കും അറിയില്ല. അപ്പോൾ നമ്മൾ ഒരു ബോട്ടിൽ ഒരു ദിവസം ഉപയോഗിക്കുകയാണെങ്കിൽ 2,40,000 നമ്മുടെ വയറ്റിൽ പോവും. കൂടുതൽ ബോട്ടിൽ ഉപയോഗിക്കുകയാണെങ്കിൽ 2,40,000 മൈക്രോ പ്ലാസ്റ്റിക്സാണ് വായിക്കുന്നത്, ഏത് ബോട്ടിലെടുത്താലും. രണ്ടാമത്, നമ്മൾ ചായ കുടിക്കുമ്പോൾ കിട്ടുന്ന പേപ്പർ കപ്പുകൾ, നമ്മളിത് കണ്ടിട്ടുണ്ടല്ലോ, സാധാരണ പേപ്പർ കപ്പ്. ഇതിലൊരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉണ്ടെന്ന് നമുക്കറിയാവും. നമ്മൾ ചൂട് ചായ കുടിക്കുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പ്ലാസ്റ്റിക്കും നമ്മളകത്തേക്ക് കഴിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. 2050 നമ്മുടെ കടലുകളിൽ മത്സ്യത്തിന് പകരം പ്ലാസ്റ്റിക്കാണ് കൂടുതൽ കിട്ടാൻ പോകുന്നത്. നമ്മൾ എത്രത്തോളം ഡേഞ്ചറസ് ആയിട്ടൊരു സിറ്റുവേഷനിലാണ് നമ്മൾ മുമ്പോട്ട് കിടക്കാൻ പോകുന്നത് ആലോചിച്ചോ. നിങ്ങൾ ദയവേത് ചിന്തിക്കണം, ഇതിനെതിരെയുള്ള പ്രതിവിധി എന്താണ്? സാർ, ഇതാണ് അതിൻ്റെ പരിഹാരം.
തീർച്ചയായിട്ടും ഇത് തന്നെയാണ് അതിൻ്റെ പരിഹാരം. എൻ്റെ പേര് വിനയ് ബാലകൃഷ്ണൻ. ഞാൻ പ്ലാസ്റ്റിക്കിന് പകരമുള്ള പ്രകൃതി നിർമ്മിതമായ പ്രോഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. നിങ്ങളീ കാണുന്ന പോലെ തന്നെ ഇത് നെല്ലിൻ്റെ ഉമി കൊണ്ട് ഉണ്ടാക്കുന്ന പ്ലേറ്റുകളാണ്. വിവിധ തരം പ്ലേറ്റുകളുണ്ട്. 6 ഇഞ്ചുണ്ട്, 8 ഇഞ്ചുണ്ട്, 10 ഇഞ്ചുണ്ട്, പിന്നെ ഏറ്റവും വലിയ പ്ലേറ്റായ 12 ഇഞ്ചുണ്ട്. ഇത്രയും പ്രോഡക്റ്റുകളാണ് ഞങ്ങൾ നെല്ലിൻ്റെ ഉമിയിൽ നിന്ന് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വേസ്റ്റായി പോകുന്ന അരിപ്പൊടിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ജ്യൂസ് കുടിക്കാനുള്ള സ്ട്രോകളാണ്. വേസ്റ്റായി പോയി അരിപ്പൊടി വെച്ചുണ്ടാക്കിയ സ്ട്രോ ആണ് ഇത്? അതെ, വേസ്റ്റായി അരിപ്പൊടി കൊണ്ട് ഉപയോഗിക്കുന്ന ജ്യൂസ് കുടിച്ചിട്ട് കടിച്ചില്ലല്ലോ. ജ്യൂസ് ഇട്ടിട്ട് വേണമെങ്കിൽ കടിച്ചു തിന്നാം. നമുക്ക് വിവിധ തരം ഇത് നമുക്ക് ആൾക്കാർക്ക് കമ്പനികൾക്ക് വേണമെങ്കിൽ ഇത് ഇൻഡിവിജ്വലായിട്ട് റാപ്പ് ചെയ്യാം. ഇതിനകത്ത് പേപ്പർ കൊണ്ട് റാപ്പ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മുകളിലാണെങ്കിൽ ബ്രാൻഡ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇതിൻ്റെ ഒരു പ്രത്യേകതകളാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഇത് തൂശൻ എന്ന് പറയുന്ന ബ്രാൻഡ് നെയിമിലാണ് അറിയപ്പെടുന്നത്. തൂശനില അല്ലെങ്കിൽ വാഴയില, അതാണ് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ബ്രാൻഡ് നെയിം തൂശൻ. തൂശൻ എന്ന ബ്രാൻഡിന് വേറൊരു പ്രത്യേകതയും കൂടെയുണ്ട്. നമ്മൾ 10,000 വർഷം മുമ്പ് നമ്മൾ വാഴയിലയിലാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. അതായിരുന്നു നമ്മുടെ ഒരു പ്രകൃതിയുടെ സംസ്കാരം നമ്മുടെ ആയിരുന്നു. ഇപ്പോഴും നമ്മൾ വാഴയിലയിൽ ഭക്ഷണം കഴിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വലിച്ചെറിഞ്ഞാൽ പ്രകൃതിക്ക് ദോഷം ഉണ്ടാകുന്നത്. ഇവിടെയൊക്കെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ്, കാറ്ററിങ്, ഇവൻറ്റ്സ്, വെഡ്ഡിങ്, അല്ലെങ്കിൽ വീട്ടിൽ നടക്കുന്ന പാർട്ടികൾ, ഇതിനെല്ലാം നമുക്കിത് ഉപയോഗിക്കാം. ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള ആൾക്കാരുടെ വീട്ടിലൊരു കല്യാണം നടക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻ നടക്കുകയാണ്, നമുക്കൊരു വേസ്റ്റ് ഇല്ലാത്ത പ്രകൃതിക്ക് അനുയോജ്യമായ ഒരു ഇവൻറ്റ് നമുക്ക് കണ്ടക്ട് ചെയ്താൽ എങ്ങനെ ഇരിക്കും? നിങ്ങളുടെ മക്കളോ അവരൊരിക്കലും മറക്കാത്തൊരു കല്യാണം, അവരുടെ കല്യാണം ആൾക്കാരൊരിക്കലും മറക്കത്തില്ല. അവർ വന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പ്ലേറ്റ് ഉപയോഗത്തിന് ശേഷം ഞങ്ങൾ കാണുന്നതെന്ന് വെച്ചാൽ ഈ പ്ലേറ്റ് കഴുകി വീട്ടിൽ കൊണ്ടുപോയി ചെയ്യുന്ന ആൾക്കാർ. ഒരു പ്രാവശ്യം ഉപയോഗിക്കാൻ പറ്റുമെങ്കിലും പക്ഷേ മിക്ക ആൾക്കാരും ഇത് കഴുകി അപ്പം തന്നെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകണം, നാളെ വരെ കാണിക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഗുണം, ആ കല്യാണം ജീവിതകാലത്ത് ആരും മറക്കത്തില്ല. ഇനി വരാൻ പോകുന്ന യുഗം പ്ലാസ്റ്റിക്കിനെതിരെയുള്ള യുഗമാണ്. അതിൽ നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. ഡിസ്ട്രിബ്യൂഷൻ താല്പര്യമുള്ള ആൾക്കാർ തീർച്ചയായിട്ടും താഴെ പറയുന്ന നമ്പറുകളിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. നമ്മുടെ യാത്രയിൽ നിങ്ങൾക്കൊരു മാനുഫാക്ചറായിട്ട് ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, ഞങ്ങൾ ഒരു ഡിസ്ട്രിക്റ്റിൽ ഒരു മാനുഫാക്ചർ എന്ന് പറയുന്ന കൺസെപ്റ്റിലാണ് നമ്മൾ മുമ്പോട്ട് പോകാൻ താല്പര്യപ്പെടുന്നത്. അതിൽ നമ്മുടെ പ്ലേറ്റുകളാണ് കൂടുതലായിട്ടും നമ്മൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത്. കുറേ അവാർഡുകളും റെക്കഗ്നീഷനുമാണ്. ഏറ്റവും മുകളിലുള്ളതാണ് സൊമാറ്റോ ഞങ്ങളെ 2024 കമ്പനി സെലക്ട് ചെയ്തതാണ്. പ്രകൃതിക്ക് അനുയോജ്യമായ പ്രോഡക്റ്റാണ് ഞങ്ങളുടെ എല്ലാ പ്രോഡക്റ്റും. ഉടൻ കാത്തിരിക്കുക, ഇത് ഉടനെ ലോഞ്ച് ചെയ്യുന്നതാണ്, കാത്തിരിക്കുക. ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ല ഈ പ്രൊഡക്റ്റൊക്കെ കൊണ്ട്. പ്രകൃതിക്കോ മനുഷ്യനോ ഇല്ലാതെ നിങ്ങളറിയാതെ ചെയ്യുന്ന ഒരു പുണ്യകർമ്മവും കൂടെയാണ്. ഇത് വലിച്ചെറിഞ്ഞാൽ ഉറുമ്പ് വരെ തിന്നോളും. ഇതാണ് ഇനി വരാൻ പോകുന്ന പ്രോഡക്റ്റ്. ഈ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് എവിടെയാണ്? ഇത് നമ്മൾ കോയമ്പത്തൂർ വാളയാർ ബോർഡർ കഴിഞ്ഞൊരു ചാവടി എന്ന് പറഞ്ഞ സ്ഥലത്ത് വേലന്താവളം റോഡിലാണ് ഞങ്ങളുടെ ഫാക്ടറി.